കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ വിവാഹം സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22 ഡൽഹിയിൽ ഹാജരാവാനാണ് കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ 3 ദിവസത്തിലും കേസിന്റെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെടാനാണ് സാധ്യത. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഇത് കേരളത്തിൽ നടന്ന വിവാഹമാണ്. സ്വാഭാവികമായി അതിൻ്റെ സംഘാടകർ, അതിന് പിന്തുണച്ചവരും കൂടി നിയമക്കുരുക്കിൽ പെടുമോ എന്ന സാഹചര്യമാണ് മുന്നിലുള്ളത്. എന്താണ് അവസ്ഥ? സാരംഗ് ഇപ്പോൾ നിൽക്കുന്നത് വിവാഹം നടന്ന ക്ഷേത്രത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ക്ഷേത്ര ഭാരവാഹികളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാണോ? സജിത്ത്, തീർച്ചയായും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വിവാഹം നടന്ന ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രം ഭാരവാഹി ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അജിത്താണ് നമ്മുടെ കൂടെയുള്ള. അന്ന് ഈ ഒരു വിവാഹത്തിലും ഒപ്പം തന്നെ അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിലടക്കം അദ്ദേഹം പങ്കാളിയായിരുന്നു. എന്താണ് ഇതിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അപ്പോൾ അതിൽ എന്തായാലും അവരന്ന് ഇവിടെ വിവാഹം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ ആധികാരികമായി അവരുടെ ആധാർ കാണിച്ചു. അതിന് വരുന്നതിന് മുമ്പ് രാവിലെ 11 മണിക്ക് തന്നെ തമ്പാനൂർ സ്റ്റേഷനിൽ വെച്ച് അവരവരുടെ ആധാറും കാര്യങ്ങളൊക്കെ കാണിച്ചു. അവിടെ നിന്ന് 2 പേര് പോയി ഒപ്പിട്ടാണ് അവർ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ വെച്ച് തന്നെ നിങ്ങൾ പോവാം, അവർക്ക് സ്വന്തമായി ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം, കാര്യം അവർ പ്രായപൂർത്തിയായവരാണെന്ന് പറഞ്ഞു. അപ്പോൾ 5 മണിക്ക് നമ്മളിവിടെ കല്യാണം കഴിക്കാമെന്ന്, അതിനുള്ള സൗകര്യം ഒരുക്കാമെന്ന് നമ്മളും സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ആധാറൊക്കെ ഞങ്ങൾ വെരിഫൈ ചെയ്തു, അത് കൃത്യമാണ്. അതനുസരിച്ചാണ് നമ്മൾ പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. പഞ്ചായത്തുകാർ നമ്മളെക്കാളും ആധികാരികമായി ഇത് നോക്കുന്നവരാണ്. അവർ നോക്കി വെരിഫൈ ചെയ്തിട്ട് ക്ലിയർ ആണെന്ന് പറഞ്ഞാണ് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. സ്മാർട്ട് ഡിസ്കോ വഴിയാണ് അവരിത് കൊടുത്തത്. ഇതിൽ ഇപ്പോൾ ഇങ്ങനൊരു അവർ സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമാണെന്നുള്ള രീതിയിലാണ് അന്വേഷണം വന്നിട്ടുള്ളത്. അപ്പോൾ ആധാർ എന്തായാലും വ്യാജം അല്ലെന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ആധാറിൽ നമ്മൾ OTP അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, അതെല്ലാം ഒക്കെ ചെയ്തു, അതെല്ലാം കറക്റ്റാണ്. പോലീസ് ബന്ധപ്പെടുക അങ്ങനെ അതിൽ ചെയ്തായിരുന്നു? ആരെ ബന്ധപ്പെടുക? നിങ്ങളെ ബന്ധപ്പെടുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ടു മറ്റേ ദേശീയ പിന്നോക്ക കമ്മീഷൻ അവരൊക്കെ വന്നു. അവർ വന്ന് ഈ കല്യാണം ഇവിടെ നടന്നോ, അതിൻ്റെ രജിസ്റ്റർ എങ്ങനെയാണ്, ഇത്ര മണിക്ക് നടന്നു, അത് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. രേഖകളെല്ലാം നിങ്ങളുടെ കയ്യിലും കോപ്പി വെച്ചിട്ടുണ്ട്? നമ്മളെ കയ്യിൽ എല്ലാത്തിൻ്റെയും കോപ്പിയുണ്ട്. 2 പേരുടെ സമ്മതപത്രമുണ്ട്. ഹിന്ദുമത ആചാരപ്രകാരമാണ് കല്യാണം നടക്കുന്നതെന്നുണ്ട്. അതെല്ലാം എഴുതി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കുന്നു? അതെനിക്ക് തോന്നുന്നു അത് പൊളിറ്റിക്കലായിരിക്കാനാണ് സാധ്യത. അല്ലാതെ നമുക്കതിൽ അതുമായിട്ട് അതറിയില്ല. ഫർമാൻ പിന്നീട് ബന്ധപ്പെട്ടിരുന്നു ഈ ഒരു കേസിനായിട്ട്? ഞാൻ അവരെ ബന്ധപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു അവർ കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ തീർപ്പായിട്ടില്ലെന്ന്, എന്നാൽ അയാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായതാണ്. അപ്പോൾ വെറും ഒരു രാഷ്ട്രീയ രീതിയിലുള്ള ഒരു കേസ് മാത്രമാകാനാണ് സാധ്യത. കാരണം എല്ലാ വിവരങ്ങളും നിങ്ങൾ ആധികാരികമായി നമ്മുടെ വ്യക്തിപരമായുള്ള ഒരു അന്വേഷണവും നടത്തി. അല്ലാതെ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ കൊടുത്തു. അത് അവരിത് കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. എല്ലാ ചാനലുകാരും പങ്കെടുത്തു. അവരുടെ കയ്യിലുള്ള രേഖകൾ, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വരെ അവർ ചോദിച്ചു. പക്ഷേ എല്ലാവരും ഒരു മണിക്കൂർ നടന്ന പത്രസമ്മേളനത്തിൽ എല്ലാവരും തൃപ്തിയായിട്ടാണ് പിരിഞ്ഞത്. ഇപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പുതിയതായിട്ട് വന്ന് എല്ലാവരും വന്ന് ചോദിക്കുകയാണ്, രേഖ കണ്ടോ? എല്ലാവരെയും കാണിച്ചു. അന്ന് ഞാനും ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹിയുടെ പ്രതികരണം. സാരംഗ്, ഒരു കാര്യം കൂടി ആ ക്ഷേത്ര ഭാരവാഹിയോട് ചോദിക്കാമോ? സാരംഗ്, ഒരു കാര്യം കൂടി ആ ക്ഷേത്ര ഭാരവാഹിയോട് ചോദിക്കും. അതായത് ഇതിൻ്റെ യഥാർത്ഥ നിയമക്കുരുക്കെന്ന് പറയുന്നത് ഈ വിവാഹപ്രായം തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. അതായത് കുറഞ്ഞ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇത് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം രേഖകൾ കൈമാറിയതിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു, അത് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന കാര്യം, അത് അത്തരം പരിശോധനയാണോ ഈ പിന്നോക്കക്ഷേമ കമ്മീഷൻ അവിടെ നിന്ന് നടത്തിയെന്ന കാര്യം കൂടി അവരോടും ചോദിക്കുമോ? ഇപ്പോൾ പിന്നോക്കക്ഷേമ വകുപ്പ് ഇവിടെ വന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ അവർ പ്രധാനമായി നോക്കുന്നത് പ്രായമാണ്. 16 വയസ്സിന് മാത്രമാണ് ഉള്ളതെന്നാണ് അവർ അവിടെയുള്ള രേഖകളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ അവരെന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നു? അങ്ങനെ ആധാറിൻ്റെ എല്ലാം കോപ്പി അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രായപൂർത്തിയാവാത്ത ആളാണെന്ന് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നീട് വിളിച്ചോ? അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല. സജിത്ത്, ഒരു കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. ഇവിടെ അടക്കം വന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പോക്സോ കേസിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ പ്രതികരിച്ചതിൽ തന്നെ വ്യക്തമാണ്, ഒരു രേഖകളടക്കം നൽകിയിട്ടുണ്ട്, പക്ഷേ അത് വ്യാജമാണെന്നാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത്.
കൂടുതൽ ഇനിയിപ്പോൾ ഇതിൻ്റെ കേസിൻ്റെ ഒരു സങ്കീർണത എത്രത്തോളം എന്നത് ഈ രണ്ട് വശങ്ങളും കൂടുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി, അതാണ് സാരംഗ്, വളരെ വ്യക്തമാണ് സാരംഗ് ആ കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വ്യാജരേഖ ചമച്ചു എന്നാണ് കണ്ടെത്തലെങ്കിൽ വ്യാജരേഖ ചമച്ചത് ആരാണ് എന്നതാണ്. എന്തായാലും ക്ഷേത്ര ഭാരവാഹികൾക്കും സംഘാടകർക്കും അല്ലെങ്കിൽ അതിന് സൗകര്യം ചെയ്തു കൊടുത്തവർക്കും ഒരുപക്ഷെ ആ തരത്തിൽ പ്രശ്നം ഉണ്ടായേക്കില്ല. കാരണം വ്യാജരേഖ കൊണ്ടുവന്നെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത് ആ കുട്ടിയോ അതല്ലെങ്കിൽ ഭർത്താവോ അതുമായി ബന്ധപ്പെട്ടവരാവാം. അതാണ് അവർ പറയുന്നത്. ഞങ്ങൾ പരിശോധിച്ചു, ഞങ്ങളുടെ മുന്നിൽ വന്ന രേഖ ഞങ്ങൾ വെച്ചു എന്നതാണ്. ആധാറിൽ എന്ത് തരത്തിലുള്ള വ്യാജം രേഖ കടന്നു വന്നു എന്ന മറ്റൊരു പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. എന്തായാലും ആ രേഖ ബോധ്യപ്പെട്ടു എന്ന കാര്യമാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഇത് നിയമക്കുരുക്കിലേക്ക് പോകുന്നു എന്നതാണ് സാഹചര്യം. ഇത് മധ്യപ്രദേശിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം കൂടിയായി മാറുകയാണ്. അത്തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുന്നു. സംസ്ഥാന DGP കൂടി മറുപടി പറയേണ്ട സാഹചര്യം കൂടി ഇതിലുണ്ടാവുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.